ദ ഹംഗ്രി റാബിറ്റ്. ഈ ചോദ്യം ഹീറോ പ്രതീക്ഷിച്ചല്ല. അത് വില്ലന്മാരുടെ കോഡ് വേട. പോലീസുകാരൻ അത് പ്രയോഗിക്കുമെന്ന് ഹീറോ പ്രതീക്ഷിച്ചില്ല. ദ ഹംഗ്രി റാബിറ്റ് ജംപ്സ് എന്നാണ് ആ കോഡ് വേർഡിന്റെ പൂർണ്ണ രൂപം. സോ ഹീറോ ജംപ്സ് എന്ന് പറയുന്നു. ഉടനെ പോലീസുകാരൻ എഴുന്നേറ്റ്, എന്റെ ഈ ID കാർഡ് കഴുത്തിലൂടെ ഇട്ടോളൂ, നിനക്ക് 10 സെക്കൻഡാണ് സമയം. ഞാൻ ഈ മുറിയിൽ നിന്നും പുറത്തു പോകും. ഞാൻ പോയി കഴിഞ്ഞ ഉടനെ ആരെയും കാണാതെ നീ സ്റ്റേഷൻ വിടണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അടുത്ത നിമിഷം നീ കൊല ചെയ്യപ്പെടും. അതൊരു സൂയിസൈഡാക്കി അവർ മാറ്റുകയും ചെയ്യും. ഇറങ്ങിപ്പോയിക്കോന്ന് പറഞ്ഞ് പോലീസുകാരൻ അവിടുന്ന് മാറിക്കൊടുക്കുന്നു. ഹീറോ മെല്ലെ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ആരും അറിയാതെ എസ്കേപ്പ് ആവും. മറ്റേ ചെറിയ പോലീസുകാർ വന്ന് നോക്കുമ്പോൾ ഹീറോയെ മുറിയിൽ കാണുന്നില്ല. ചെക്കൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു കഴിഞ്ഞു. ഈ സമയത്ത് ഹീറോയുടെ ഭാര്യ അവളെ കൂട്ടുകാരിയോട് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുക. ഹീറോ കുറച്ചു നാളായി ഡിസ്ട്രസ്ഡ് ആണ്. എന്താണ് കാരണം എന്നറിയില്ല, എന്നോടൊന്നും പറയുന്നുമില്ല. ഞാൻ എന്തായാലും ഇപ്പം ആളെവിടെയാണെന്ന് ഒന്ന് വിളിച്ച് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് ഹീറോയിൻ ഹീറോയെ വിളിക്കുമ്പോൾ കോൾ എടുക്കുന്നത് പോലീസുകാരൻ. സോ സംഭവം വഷളാണെന്ന്, എന്തോ കുഴപ്പമുണ്ടെന്ന് ഹീറോയിന് മനസ്സിലായി. ഈ നേരത്ത് സ്റ്റേഷനിൽ നിന്ന് രക്ഷപ്പെട്ട ഹീറോ പബ്ലിക് ടെലിഫോണിൽ നിന്ന് ഹീറോയിന്റെ കൂട്ടുകാരിയെ വിളിച്ച് ഹീറോയിനോട് തന്നെ അന്വേഷിക്കേണ്ടെന്ന് പറയും. നാളെ സ്റ്റുഡിയോയിൽ വെച്ച് ഞാൻ നേരിട്ട് മീറ്റ് ചെയ്യാം, അതുവരെ കാത്തിരിക്കാൻ പറയൂ എന്ന് പറയും. എന്നിട്ട് ഇയാൾ നേരെ വീട്ടിലേക്ക് പോകാതെ അവന്റെ സ്കൂളിലേക്കാണ് വരുന്നത്. അവിടെ രാത്രി സമയങ്ങളിൽ ആരും ഉണ്ടാവില്ല. തനിക്ക് ID കാർഡും പാസ്വേഡും ഉള്ളതുകൊണ്ട് ആരും അറിയാതെ ഹീറോ സ്കൂളിനകത്തേക്ക് കിടക്കുന്നു. എന്നിട്ട് അവരെ കമ്പ്യൂട്ടർ ലാബിൽ വെച്ചിട്ട് ഈ അലൻ മാഷ് ആരാണെന്നുള്ളത് ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കും. അയാൾ ഒരു അറിയപ്പെടുന്ന പത്രപ്രവർത്തന. അയാളെ ഓഫീസും ഡീറ്റെയിൽസും ഹീറോ നെറ്റിലൂടെ കളക്ട് ചെയ്യും. ഈ നേരത്ത് സ്കൂളിലെ വെടക്ക് പിള്ളേര് അവര് രാത്രി സ്കൂളിനകത്ത് വന്ന് അല്ലറ ചില്ലറ കുറുമ്പുകൾ കാണിച്ചുകൊണ്ടിരിക്കുക. ഹീറോ ആ പിള്ളേരെ ചെന്ന് മിരട്ടി ഈ സമയത്ത് സ്കൂളിലേക്ക് വരാൻ പാടില്ല എന്ന് പറയും. അപ്പൊ പിള്ളേര് കളിയാക്കി, കൊച്ചുകുട്ടികളെ തല്ലിയതിനാണോ തന്നെ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയത്, ഞങ്ങളോട് കളിക്കല്ലേ, കൂടുതൽ വഷളാവെന്ന് പറയും. അപ്പൊ ഹീറോ, പിള്ളേരെ തല്ലിയ കേസിനല്ല എന്നെ അവർ കൊണ്ടുപോയത്, കൊലപാതക കേസിനാ, ഫസ്റ്റ് ഡിഗ്രി മർഡർ. വീണ്ടും ചിലപ്പോൾ ഞാൻ കൊലപാതകം ചെയ്യും, അതുകൊണ്ട് എന്റെ മക്കൾ ഇവിടുന്ന് ഓടിപ്പോയിക്കോ, എന്നെ നിങ്ങൾ കണ്ടതായി ആരോട് പറയാനും പാടില്ല. ഈ പിള്ളേർ അത് കേട്ടുടനെ അവിടുന്ന് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടാണ്. അവർ പോയി കഴിഞ്ഞിട്ട് ഹീറോ കുട്ടികളുടെ കയ്യിൽ നിന്ന് പണിഷ്മെന്റ് ആയിട്ട് വാങ്ങിച്ചു വെക്കുന്ന കുറച്ച് മൊബൈൽ ഫോണുകൾ സ്കൂൾ ലോക്കർ റൂമിലുണ്ടാവും. അതിലെ 2 ഫോൺ ഹീറോ എടുക്കുന്നുണ്ട്. എന്നിട്ട് പിറ്റേന്ന് ഭാര്യയെ കാണാൻ വേണ്ടി ഒളിച്ചും പാത്തും അവളുടെ സ്റ്റുഡിയോയിലേക്ക് വരുന്നു. ഭാര്യ അടുത്ത് വിളിക്കും. അവൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ചിട്ട് എന്താണ് ശരിക്കും സംഭവിക്കണേ എന്ന് ചോദിക്കുകയാണ്. ഹീറോ നടന്ന എല്ലാ സംഭവങ്ങളും ഭാര്യയോട് പറയും. അപ്പൊ ഭാര്യ, പോലീസിൽ ചെന്ന് പറഞ്ഞോടെ അവര് നമ്മളെ രക്ഷപ്പെടുത്തില്ല എന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, പോലീസിലുള്ള ചിലരും ഈ ഓർഗനൈസേഷനിലുണ്ട്, അതുകൊണ്ട് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. കാര്യങ്ങളെല്ലാം കലങ്ങി തെളിയുന്നത് വരെ നീ ഈ മൊബൈൽ കയ്യിൽ വെച്ചോ, ഇതിൽ നിന്നെ വിളിച്ചാൽ മതി. എന്നിട്ട് വീട്ടിൽ പോകാതെ ലാഫ്റ്റെ ഹോട്ടലിലേക്ക് പോയിക്കോ, അതാണ് നിനക്ക് സേഫ് എന്ന് പറയും. അപ്പൊ ഭാര്യ അവൾ ഒളിച്ച് വാങ്ങിച്ചു വെച്ചിരുന്ന തോക്ക് ഹീറോയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഞാൻ പേടിയുള്ളതുകൊണ്ട് വാങ്ങിച്ചു വെച്ചതാ, നിങ്ങൾക്കിത് ഉപകരിക്കുമെന്ന് പറയും. ഇവര് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പോലീസുകാർ വരുന്നുണ്ട്. ഉടനെ ഹീറോ, ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, എന്നെ കണ്ടതായി നീ ഭാവിക്കണ്ട എന്ന് പറഞ്ഞ് അവിടെ ഓടിപ്പോവും. പോലീസുകാർ വന്ന് ഭാര്യയെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഹീറോയിൻ ഭർത്താവിനെ കണ്ടിട്ട് 12 വർഷങ്ങളായി എന്ന് പറയും. അത് കഴിയുമ്പോൾ ഹീറോ നേരെ ഈ മരണപ്പെട്ട മാർഷലില്ലേ, അയാൾക്ക് കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ട്, ഓഫീസിൽ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുമാരുണ്ട്. അവർ ഈ മാർഷലിന്റെ ഫ്യൂണറൽ ആഘോഷിക്കുകയായിരിക്കും. ഹീറോ അങ്ങോട്ട് ചെല്ലുന്നു. നൈസായിട്ട് മാർഷലിന്റെ ID കാർഡ് അവിടുന്ന് അടിച്ചു മാറ്റുന്നുണ്ട്. എന്നിട്ട് ഈ മാർഷലിന്റെ കൂട്ടുകാരോട് സംസാരിച്ച് അയാൾ ആരാണ്, എന്ത് പ്രൊജക്റ്റാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് ചോദിക്കും. അപ്പൊ ആ കൂട്ടുകാർ പറയും, അവൻ ഏതൊരു ഓർഗനൈസേഷനെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യായിരുന്നു, അവരായിരിക്കണം അവനെ കൊന്നിട്ടുണ്ടാവുക. എന്നാൽ ആ ഓർഗനൈസേഷനെ കുറിച്ചോ അവരുടെ പ്രവർത്തനങ്ങൾ എന്താണെന്നോ മാർഷൽ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല. അവര് മാത്രമേ അത് അറിയാവൂ. അവനത് എവിടേക്ക് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എവിടെയാണെന്ന് ഹീറോ ചോദിക്കുമ്പോൾ ഇവർക്ക് ആർക്കും അറിയില്ല. ആ സമയത്താണ് സൈമന്റെ ആൾക്കാർ ഹീറോയെ അന്വേഷിച്ച് ഈ മാർഷലിന്റെ ഫ്യൂണറൽ സ്ഥലത്ത് വരെത്തി. അവരെ കണ്ടതും ഹീറോ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടാൻ നോക്കും. ഈ റൗഡികളുടെ കൂടെ മറ്റേ സൈമണും ഉണ്ട്. അവര് ഹീറോയെ ഓടിച്ചിട്ട് പിടിക്കാൻ നോക്കുന്നു. ഹീറോ രക്ഷപ്പെടുന്ന സമയത്ത് ഈ സൈമൺ വിളിച്ചു പറയും, നീയല്ല കുറ്റവാളി എന്നതിനുള്ള തെളിവ്, മാർഷലിനെ നീ കൊന്നിട്ടില്ല എന്നതിനുള്ള തെളിവ് ഞങ്ങളുടെ കയ്യിലുണ്ട്. അവിടുത്തെ CCTV ഫൂട്ടേജ് ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്, ഞങ്ങളത് നിനക്ക് തരാം, ദയവ് ചെയ്ത് ഓടണ്ട, ഞങ്ങൾ പറയുന്നത് കേൾക്ക്, നമുക്കൊരു ഡീല് വെക്കാന്ന് പറഞ്ഞ് ഇവര് ഹീറോയെ കൺവിൻസ് ചെയ്യാൻ നോക്കുന്നു. എന്നാൽ ഹീറോ അവർക്ക് പിടികൊടുക്കുന്നില്ല. ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടാം. ഈ സൈമന്റെ ടീമിലുള്ള ഒരാള് ഹീറോയെ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ വണ്ടി ഇടിച്ച് മരിക്കുകയും ചെയ്യും. ഈ നേരം ഹീറോയുടെ ഭാര്യ ഹീറോയിനെ ഒരു പോലീസുകാരൻ വന്ന് കാണും. എന്നിട്ട് അയാൾ പറയും, നിങ്ങളെ ഭർത്താവല്ല കുറ്റക്കാരൻ എന്നതിനുള്ള തെളിവ് ഞങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങൾ വന്ന് സാക്ഷി പറയണം, സഹകരിക്കണം, വരൂ ഈ കേസ് സോൾവ് ചെയ്യാന്ന് പറഞ്ഞ് ഹീറോയിനെ വിളിച്ചുകൊണ്ട് പോകും കാറി കയറ്റി. ഇങ്ങനെ കാറി പോകുന്ന സമയത്ത് ഹീറോയിൻ ആ പോലീസുകാരോട് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളുടെ കയ്യിൽ എന്റെ ഭർത്താവിനെ അനുകൂലിക്കുന്ന എവിഡൻസ് ഉള്ളത്, അത് എവിടെയാണുള്ളതെന്ന് ചോദിക്കും. അവര് പറയും, സ്റ്റേഷനിലുണ്ട്, നിങ്ങൾ മിണ്ടാതെ വന്നാൽ മതി, ഞങ്ങളിത് കാണിച്ചു തരാമെന്ന്. എന്നാൽ ഈ വണ്ടി ഓടിക്കുന്ന മൊട്ടയെ ഹീറോയിൻ എവിടെയോ കണ്ടിട്ടുണ്ട്.
രണ്ടുപേരും പോലീസന്മാരല്ല, ഏതോ റൗഡി ഗ്യാങ്ങിൽപ്പെട്ട ആൾക്കാരാണെന്ന് ഹീറോയിന് മനസ്സിലായി. അവള് നൈസായി താൻ വാങ്ങി വെച്ചിരിക്കുന്ന പെപ്പർ സ്പ്രേ എടുത്ത് റെഡി ആയിട്ട് നിൽക്കും. കറക്റ്റ് വണ്ടി സിഗ്നലിൽ നിൽക്കുമ്പോൾ ഈ രണ്ടാൾക്കാരുടെയും മുഖത്തേക്ക് ആ പെപ്പർ സ്പ്രേ അടിച്ചിട്ട് ഇവൾ ഇറങ്ങി ഓടുകയാണ് കാറിൽ നിന്ന്. അങ്ങനെ പെണ്ണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അന്ന് വൈകിട്ട് ഹീറോ ആരും കാണാതെ മാർഷലിന്റെ ID കാർഡും ധരിച്ചിട്ട് അയാൾ ജോലി ചെയ്തിരുന്ന പത്രം ഓഫീസിലേക്ക് വരും. ഈ നേരത്ത് ഭാര്യ അവർക്കറിയാവുന്ന ഒരു പ്രൈവറ്റ് ഹോട്ടലിലേക്ക് പോവാ. ഇവര് പ്രണയിക്കുന്ന കാലഘട്ടത്തിൽ അവരുടെ ഓയോ ആയിരുന്നു ആ ഹോട്ടൽ. ഈ നേരത്ത് ഹീറോ മാർഷലിന്റെ ഓഫീസിലെ അയാളുടെ ഡെസ്കിൽ ചെന്ന് അവിടെ എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുമോ എന്ന് പരിശോധിച്ച് നോക്കും. അപ്പൊ അടുത്ത ഡെസ്കിൽ ഒരു ലേഡി ഇരിപ്പുണ്ട്. അവര് വന്നിരിക്കുന്നത് മാർഷലാണെന്ന് വിചാരിച്ച് പുതിയ ന്യൂസിന്റെ എന്തൊക്കെയോ ഡീറ്റെയിൽസ് ചോദിക്കുന്നു. ഹീറോ പ്രൊഫസർ ആയതുകൊണ്ട് വാർത്തകളൊക്കെ അറിയാം. വളരെ ക്ലീനായി ആ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കും ഹീറോ. ഈ ലേഡി ആദ്യം ഒരു സംശയമില്ലാത്ത പോലെ ആ വിവരങ്ങളെല്ലാം ആദ്യം കേൾക്കുന്നുണ്ട്. എന്നാൽ സൂക്ഷിച്ചു നോക്കുമ്പോൾ അത് മാർഷലല്ല എന്നുള്ളത് ആ പെണ്ണിന് മനസ്സിലായി. ഈ സമയത്ത് ചെറിയ ചെറിയ തുണ്ട് പേപ്പറും ആ ഡെസ്കിൽ നിന്ന് കിട്ടിയ ബില്ലും എല്ലാം ഹീറോ കളക്ട് ചെയ്ത് വെക്കുക. ആ നേരം ഈ ലേഡി സെക്യൂരിറ്റി ഓഫീസർ അടുത്ത് നിന്ന് നമ്മൾ ഓഫീസിലേക്ക് ആരോ അതിക്രമിച്ച് കയറിയിട്ടുണ്ട്, ഞാൻ അയാളെ കണ്ടതാ, ക്യാമറയിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുമെന്ന് പറയും. ഇവര് ക്യാമറയിൽ നോക്കുമ്പോഴേക്കും ഹീറോ അവിടുന്ന് കിട്ടിയ പേപ്പർ തുണ്ടുമായിട്ട് രക്ഷപ്പെട്ടു കഴിഞ്ഞു. താനിങ്ങനെ തെരുവിലൂടെ നടക്കുന്നത് സേഫ് അല്ലാന്ന് മനസ്സിലാക്കി അടുത്തുള്ള വലിയ ഹോട്ടലിൽ കയറി ചെന്ന് അവിടെ ലോണ്ടറിക്ക് വെച്ചിരിക്കുന്ന ഏതോ പണക്കാരന്റെ കോട്ടും എടുത്തിട്ടിട്ട് അതിനകത്തുണ്ടായിരുന്ന കാറിന്റെ ടിക്കറ്റ് കൊണ്ടുവന്ന് കൊടുത്ത് എന്റെ കാറാണ്, പാർക്കിങ്ങിൽ നിന്നും എടുത്തുകൊണ്ടുവന്ന് തരുമെന്ന് പറഞ്ഞ് ഹോട്ടലുകാരോട് ചോദിച്ച് ഏതോ ഒരാളുടെ വലിയ പെരുത്ത കാറും വാങ്ങിച്ച് അതിൽ നമ്മുടെ ചെക്കൻ അവിടുന്ന് രക്ഷപ്പെട്ടു പോകും. തിരക്കില്ലാത്തൊരു സ്ഥലം എത്തുമ്പോൾ അവിടെ കാറ് പാർക്ക് ചെയ്തിട്ട് ഈ മാർഷലിന്റെ ഡെസ്കിൽ നിന്ന് ഇങ്ങേര് എടുത്തു വെച്ചിരിക്കുന്ന ബില്ലെല്ലാം പരിശോധിക്കുക. അതിൽ തുടർച്ചയായി ഒരു പെട്രോൾ പമ്പിലുള്ള ഷോപ്പിലേക്ക് മാർഷൽ പോയിട്ടുണ്ട്. അതിന്റെ ബില്ലുകളാണ് കൂടുതലായിട്ടുള്ളത്. സോ ഹീറോയും ആ പെട്രോൾ പമ്പിലുള്ള ഷോപ്പിലേക്ക് വരികയാണ്. അവിടെ ചെന്ന് അവിടുത്തെ ജീവനക്കാരനോട് ഹീറോ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കൊളീഗ് ഉണ്ടായിരുന്നു, അയാൾ ഇടയ്ക്കിടെ ഇങ്ങോട്ട് വരുന്നതാണ്, ഞാൻ അയാളുടെ ഫോട്ടോ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് മാർഷലിന്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കും. ഇയാളെ കുറച്ച് നാളായിട്ട് കാണുന്നില്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടോ, നിങ്ങൾക്ക് പരിചയമുണ്ടോ, പുള്ളി എവിടെയാണെന്ന് അറിയുമെന്ന് ചോദിക്കും. അപ്പൊ ആ ഷോപ്പിലെ ജീവനക്കാരൻ പറയും, ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്, ഇടയ്ക്കിടെ ഇങ്ങോട്ട് വരാറുണ്ട്, പുള്ളി ഫിഷിങ്ങിനും പോകും, ഇവിടെ അങ്ങേർക്കൊരു ബോട്ടുണ്ട്, അത് നമ്മുടെ ഗോഡൌണിൽ തന്നെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്, എന്നാൽ കുറച്ച് നാളായി അയാൾ ഇങ്ങോട്ടും വന്നിട്ടില്ല, എന്താ പറ്റിയെന്ന് എനിക്ക് അറിയില്ല എന്ന് ഈ ജീവനക്കാരൻ പറയും. അപ്പൊ ഹീറോ, അയാൾ എനിക്ക് ഒരുപാട് പണം തരാനുണ്ട്, എന്നെ പറ്റിച്ച് കടന്നു കളഞ്ഞാണ്, നിങ്ങൾ ആ മാർഷലിന്റെ ഗോഡൌണിന്റെ കീ തരുവാണെങ്കിൽ അവിടെ എന്തെങ്കിലും ഈ പുള്ളിക്കാരൻ ഒളിച്ചു വെച്ചിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് പരിശോധിക്കാമായിരുന്നു. എനിക്ക് ആ പണം തിരിച്ചു വേണം, അല്ലെങ്കിൽ അവന്റെ ബോട്ട് ഞാൻ സ്വന്തമായിട്ട് എടുക്കാൻ പോവാ, നിങ്ങൾ എന്നെ സഹായിക്കണം എന്ന് പറയും. അപ്പൊ ആ ജീവനക്കാരൻ, എനിക്കങ്ങനെ സഹായിക്കാനൊന്നും പറ്റില്ല, ഇവിടെയുള്ള ഗോഡൌൺസിന്റെ എല്ലാം താക്കോൽ അത് റെന്റ് ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിലായിരിക്കും, എന്റെ കയ്യിലില്ല. ഹീറോ ഈ ജീവനക്കാരന് പണം കൊടുത്തിട്ട് മറ്റെന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ ആ ജീവനക്കാരൻ പറയും, ഇതേപോലെ പണ്ട് ഇവിടുത്തെ ഒരു ഗോഡൌണുകാരനുമായിട്ട് മറ്റൊരാൾക്ക് വഴക്കുണ്ടായിരുന്നു, അയാൾ ആ ഗോഡൌണുകാരന്റെ ഗോഡൌൺ ഇടിച്ചു പൊളിച്ചിട്ടാണ് അതിനകത്തുണ്ടായിരുന്ന സാധനങ്ങൾ എടുത്തുകൊണ്ട് പോയത്, അതിലെ ഷീറ്റും വലിയ ബലമില്ലാത്ത ഷീറ്റാ, ഇത് മാത്രമേ എനിക്ക് അറിയാവൂ എന്ന് പുള്ളിക്കാരൻ പറയും. സോ ഹീറോയ്ക്ക് കാര്യം പിടികിട്ടി. ഹീറോ കാർ എടുത്ത് ഈ മാർഷൽ അയാളുടെ ബോട്ട് വെച്ചിരിക്കുന്ന ഗോഡൌൺ ഇടിച്ചു പൊളിച്ചിട്ട് അതിനകത്ത് കയറി ബോട്ടിൽ പരിശോധിക്കും, എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. ആ സമയത്താണ് ഈ ഷോപ്പിലേക്ക് സായാഹ്ന പത്രങ്ങൾ കെട്ടായിട്ട് വരുന്നത്. അതിൽ ഹീറോയെ സസ്പെക്ട് വാണ്ടഡ് എന്ന് പറഞ്ഞ് ഫോട്ടോ ഇട്ടൊരു ന്യൂസ് ഈ ജീവനക്കാരൻ കാണുന്നു. ഉടനെ അയാൾ പോലീസുകാരെ വിളിച്ചു പറയും, നിങ്ങൾ അന്വേഷിക്കുന്ന പ്രതി ഞങ്ങൾ ഗോഡൌണിയുണ്ടെന്ന്. ആ നേരത്ത് ഹീറോ ഇവിടെ ബോട്ടിൽ നിന്ന് മാർഷൽ ഒളിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ഒരു സൂട്ട് കേസ് കണ്ടുപിടിക്കുന്നു. ഈ സൂട്ട് കേസും എടുത്ത് അവൻ ഇറങ്ങാൻ നേരാണ് പോലീസുകാർ ഈ ഗോഡൌണിലേക്ക് വന്നിട്ടുണ്ടാവുക. പോലീസുകാരെ പറ്റിച്ച് ഇവൻ അവിടെ നിന്ന് വണ്ടി ഓടിച്ച് രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്. പക്ഷെ അവര് വിടില്ല, പുറകെ തന്നെ വെച്ച് പിടിച്ച് വരും. അവസാനം പോലീസ് വണ്ടി ഇടിച്ച് തള്ളിയിട്ടിട്ടാണ് ഹീറോ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുക. ആരുമില്ലാത്ത ഒരു സ്ഥലത്ത് കൊണ്ട് ഈ വണ്ടി പാർക്ക് ചെയ്ത് ഈ മാർഷലിന്റെ പെട്ടി തുറന്നു നോക്കുമ്പോൾ അതിനകത്തൊരു ഡിസ്ക് ഉണ്ട്, പഴയ DVD ഡിസ്ക്. അത് കാറിലെ പ്ലെയർ ഇട്ട് പ്ലേ ചെയ്യുമ്പോഴാണ് നമ്മൾ സിനിമയുടെ തുടക്കത്തിൽ ഒരാളെ ഇന്റർവ്യൂ ചെയ്യുന്ന കണ്ടില്ലേ, അയാളെ ഇന്റർവ്യൂ ചെയ്തത് മാർഷലാ, ബാബുമോൻ. ബാബുമോനെ ഇന്റർവ്യൂ ചെയ്തത് മാർഷലാ. ഈ ബാബുമോൻ ഹീറോ പെട്ടതുപോലെ തന്നെ ഒരു സഹായം ചോദിച്ച് ഈ ഓർഗനൈസേഷനിൽ പെട്ടുപോയി. ഹംഗ്രി റാബിറ്റ് ജംപ്സ്, അതാണല്ലോ അവരുടെ കോഡ് വേർഡ്. അതിനുള്ള മീനിങ് എന്താണെന്ന് മാർഷൽ ബാബുമോന്റെ അടുത്ത് ചോദിക്കുക. അപ്പോൾ പണ്ട് എഡ്മണ്ട് ബർക്ക് എന്ന് പറഞ്ഞ ഒരു പ്രശസ്തൻ പറഞ്ഞൊരു കാര്യമാണ് ഈ കോഡ് വേർഡായിട്ട് അവർ യൂസ് ചെയ്യുന്നത്. അതിന്റെ ശരിക്കുള്ള അർത്ഥം ഹ്യൂമാനിറ്റി, റീസൺ, ജസ്റ്റിസ് എന്നുള്ളതാണ്. അത് വെച്ചിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ഇതിന്റെ ഹെഡ് സൈമണ, അയാളാണ് ഇത് തുടങ്ങുന്നത്. ആദ്യം ഒരു പ്രതികാരം എന്ന വണ്ണം തുടങ്ങിയിട്ട് പിന്നെ ആൾക്കാരെ സഹായിക്കാൻ തുടങ്ങി. ഓർഗനൈസേഷനിലെ ആൾക്കാരെ കൂട്ടി ഇന്ന് നാട് മൊത്തം ഒരുപാട് പേരടങ്ങിയ വലിയൊരു ഓർഗനൈസേഷനാണ് അത്. ആദ്യമൊക്കെ റേപ്പിസ്റ്റുകളെ, കൊലപാതകികളെ, മൊളസ്റ്റ് ചെയ്യുന്നവരെ, ഇവരെയൊക്കെയാണ് കൊന്നുകൊണ്ടിരുന്നത്. പിന്നെ അവരെ വഴിക്ക് കുറുകെ നിൽക്കുന്ന എല്ലാവരെയും കൊല്ലാൻ തുടങ്ങി. ആരെങ്കിലും എന്തെങ്കിലും എവിഡൻസ് കണ്ടുപിടിച്ചാൽ അവരെയും കൊന്നുകളയും. ഈ സൈമന്റെ റിയൽ നെയിം എന്താണെന്ന് ചോദിക്കുമ്പോൾ ബാബുമോൻ അറിയാൻ പാടില്ല.
ഇപ്പൊ സൈമൺ ഒരു ഭ്രാന്തനെ പോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അവരുമായിട്ട് ഇടഞ്ഞാൽ ആ നിമിഷം അവരവനെ കൊന്നുകളെ. ഞാൻ ഈ പണ്ടാരത്തിൽ എങ്ങനെയോ ചെന്ന് പെട്ടതാ. ഇപ്പം എനിക്ക് രക്ഷപ്പെടാനും പറ്റുന്നില്ല. എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. എന്നെ വിട്ടേക്കോ. ഞാൻ ഈ ഇൻ്റർവ്യൂ തന്നിട്ടില്ല എന്ന് വിചാരിച്ചാൽ മതി. ഞാൻ ജീവനോടെ ഇരിക്കണമെങ്കിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ബാബു മോൻ ഇറങ്ങിപ്പോവും. അത് കഴിഞ്ഞിട്ടാണ് ബാബു മോനും അലൻ മാർഷലും കൊല്ലപ്പെടുന്നത്. ഇതേ ഡിസ്കിനകത്ത് ഈ ഓർഗനൈസേഷനിലുള്ള ലീഡേഴ്സ് ആരൊക്കെയാണെന്ന് അവരെ ഫോട്ടോ സഹിതം ഇൻഫർമേഷൻസ് ഉണ്ട്. അതെല്ലാം നോക്കുമ്പോൾ ഹീറോ തൻ്റെ ക്ലോസ് ഫ്രണ്ടിനെയും അതിലെ ഫോട്ടോസിൽ കാണുന്നുണ്ട്. സോ അവനും ഈ ഗ്രൂപ്പിൽപ്പെട്ട ആളാണ്. തനിക്കത് അറിയില്ലായിരുന്നു ഇത്രയും കാലം. ഹീറോ തൻ്റെ കയ്യിലെ ഭാര്യ കൊടുത്ത തോക്കുമായിട്ട് കൂട്ടുകാരനെ കാണാൻ വരും. സത്യം പറയടാ, നിനക്കിതിനെക്കുറിച്ച് എല്ലാം അറിയാമായിരുന്നു. എന്നിട്ട് എന്തുകൊണ്ടാണ് നീ അത് മറച്ചു വെച്ചത്, എന്നെ കൊടുക്കാൻ നോക്കിയത്? അത് കേട്ട് കൂട്ടുകാരൻ പറയും, 15 വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ സഹോദരൻ കൊല്ലപ്പെട്ടു. നിനക്കറിയാലോ അത്. അവന് നീതി കിട്ടിയില്ല. അവന് നീതി ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൂട്ടായ്മയിൽ ഞാനും പങ്കുചേർന്ന്. ഇപ്പം എൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യയ്ക്ക് ഒരു അപകടം സംഭവിച്ചു. എനിക്കതിന് നീതി വേണമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവരോടത് പറഞ്ഞത്. നിന്നെ ഒരു കേസിലും കൊടുക്കാൻ പാടില്ലെന്നും ഞാൻ പറഞ്ഞ് ചോദിച്ചിരുന്നു. ഈ അവസ്ഥയിലേക്ക് എത്തിപ്പെടുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അപ്പം ഹീറോ, നീ എന്നോടൊന്നും പറയണ്ട. ഒന്നും കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. നീ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത്. ആ സൈമന്റെ റിയൽ നെയിം എന്താ, അത് പറയടാ, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ കൊന്നുകളയും. അപ്പൊ കൂട്ടുകാരൻ പറയുന്നു, ആ റിയൽ നെയിം അറിയുന്നവൻ ജീവനോടെ ഉണ്ടാവില്ല. ദയവ് ചെയ്ത് പറയുന്നത് കേൾക്ക്. ഹീറോ വീണ്ടും ഭീഷണിപ്പെടുത്തുമ്പോൾ കൂട്ടുകാരൻ സൈമന്റെ റിയൽ നെയിം പറഞ്ഞു കൊടുക്കുന്നു. ആ വിവരവും വാങ്ങി ഹീറോ ഉടനെ തന്നെ കാറും എടുത്ത് അവിടുന്ന് പുറപ്പെടും. എന്നാൽ ഹീറോയുടെ പുറകെ ഏതോ ഒരാൾ കാറും എടുത്ത് വരുന്നുണ്ട്. അയാൾ ഹീറോ കാറ് പാർക്ക് ചെയ്ത ഉടനെ തോക്ക് കാണിച്ച് ഹീറോയെ പുറത്തേക്ക് ഇറങ്ങാൻ പറയും. അപ്പൊ ഹീറോ ദ ഹംഗ്രി റാബിറ്റ് ജംപ്സ് എന്ന് അയാളോട് പറയുമ്പോൾ അയാൾ ഒരു നിമിഷം സ്റ്റക്ക് ആവുന്നുണ്ട്. ആ ഗ്യാപ്പിന് പുള്ളിക്കാരൻ ഇടിച്ചിട്ട് പുള്ളിക്കാരൻ്റെ കയ്യിലെ തോക്ക് ഹീറോ സ്വന്തമാക്കും. അതൊരു വയസ്സൻ മനുഷ്യനാ, ആരോഗ്യമൊന്നുമില്ല. താൻ ആരോടോ, താൻ എന്തിനെന്നെ കൊല്ലാൻ വന്നെന്ന് ചോദിക്കുമ്പോൾ ആ അപ്പൂപ്പൻ പറയാണ്, എൻ്റെ പെങ്ങളെ ഒരു വൃത്തികെട്ട റൗഡി കൊന്നു. അയാൾക്കെതിരെ പ്രതികാരം ചെയ്യാൻ പോയതാ ഞാൻ. അങ്ങനെയാണ് ഈ സൈമണെ പരിചയപ്പെടുന്നത്. ഇപ്പം എനിക്ക് അവർ ചെയ്തു തന്ന ഉപകാരത്തിന് പ്രത്യുപകാരമായി ഞാൻ നിങ്ങളെ കൊല്ലണമെന്ന് പറഞ്ഞു. എനിക്കതിന് കഴിയില്ല. ഞാൻ ശ്രമിച്ചതാണ്. എന്നെ വെറുതെ വിടൂ. ഞാൻ ആരെയും ശല്യം ചെയ്യില്ല, പോയേക്കാന്ന് പറഞ്ഞ് ആ മുത്തശ്ശൻ അവിടെ നിന്ന് ഓടിപ്പോവും. ആ മുത്തശ്ശൻ്റെ കയ്യിൽ നിന്ന് ഹീറോ ഈ സൈമന്റെ ഇപ്പോഴത്തെ നമ്പർ വാങ്ങിക്കുന്നുണ്ട്. സൈമൺ ആണെങ്കിൽ നമ്പർ മാറ്റിക്കൊണ്ടേയിരിക്കും. അവനെ ആർക്കും കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല. അവൻ വിചാരിച്ചാൽ മാത്രമേ ബാക്കിയുള്ളവരെ കോണ്ടാക്ട് ചെയ്യുള്ളൂ. ഇപ്പൊ ഹീറോ സൈമന്റെ നമ്പർ വാങ്ങിച്ചിട്ട് കാറിൽ അവനെതിരെയുള്ള എവിഡൻസിന്റെ വീഡിയോ എടുത്ത് അത് സൈമൺ അയക്കും. സൈമന്റെ ശരിക്കുള്ള പേര് യൂജീൻ കൂക്ക് എന്നാണ്. യൂജീൻ കൂക്ക്, നിനക്കെതിരെയുള്ള എല്ലാ തെളിവും എൻ്റെ കയ്യിലുണ്ട്. ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് നീ വരണം. ഒപ്പം ഞാനല്ല അലൻ മാർഷലിനെ കൊന്നത്. അതിൻ്റെ വീഡിയോ നിന്റെ കയ്യിലുണ്ട്. ആ വീഡിയോയുമായി നാളെ സൂപ്പർ ഡോമിലേക്ക് വരിക. അതൊരു മാളാണ്, അങ്ങോട്ട് വരാൻ പറയും. ഈ നേരത്ത് ഹീറോയുടെ കൂട്ടുകാരനില്ലേ, അവൻ ഹീറോയിൻ്റെ ഫ്രണ്ടിനെ കണ്ടിട്ട്, ഹീറോയിൻ ഇപ്പം എവിടെയാണ്, അവൾ വീട്ടിലില്ല, എനിക്ക് അവളെ കണ്ട് സംസാരിക്കണം, ഹീറോയുടെ കാര്യങ്ങൾ മനസ്സിലാക്കി അവനെയും ഹെൽപ്പ് ചെയ്യണം, അവൾ എങ്ങോട്ട് പോകാനായിരിക്കും ചാൻസ് ഉണ്ടാവുക, നിനക്കറിയാതെ നീ ക്ലോസ് ഫ്രണ്ട് അല്ലേ, ഒന്ന് പറഞ്ഞ് സഹായിക്കുമെന്ന് പറഞ്ഞ് കൂട്ടുകാരിയോട് ചോദിക്കുമ്പോൾ അവൾ പറഞ്ഞു കൊടുക്കും അവൾ ലാഫൈറ്റ് ഹോട്ടലിലാണ് ഉണ്ടാവുകയെന്ന്. സോ ഈ കൂട്ടുകാരൻ ഹീറോയിനെ കാണാൻ ചെല്ലുന്നു. എന്നാൽ കൂടെ തന്നെ ഓർഗനൈസേഷനിലെ മൊട്ടയുണ്ടാവും. അവർ ഹീറോയിനെ പിടിച്ചുകൊണ്ട് പോവാണ്. ഈ നേരത്ത് ഹീറോ സൈമണെ ചെന്ന് കാണും. സൈമന്റെ കയ്യിലെ ആ രണ്ടാമത്തെ CCTV ഫൂട്ടേജ് അത് ഹീറോ പരിശോധിക്കുന്നുണ്ട്. അതിൽ വ്യക്തമായിട്ട് കാണാം ഹീറോയല്ല മാർഷലിനെ കൊല്ലുന്ന, അവൻ തന്നെ ചാടി വീഴുന്നതാണെന്ന്. ഇത് കാണിച്ചു കൊടുത്തതിന് ശേഷം സൈമൺ ഭാര്യയെയും പിടിച്ചു വെച്ചിരിക്കുന്ന ഫോട്ടോ കാണിച്ചു കൊടുക്കും. നിന്റെ ഭാര്യ ജീവനോടെ വേണമെങ്കിൽ നിന്റെ കയ്യിലുള്ള എവിഡൻസ് എനിക്ക് തരിക. അപ്പൊ ഹീറോ പറയും, ആ എവിഡൻസ് ഇപ്പം എൻ്റെ കയ്യിലില്ല, ഞാൻ എൻ്റെ ഭാര്യയെ ജീവനോടെ കണ്ടാൽ മാത്രമേ ആ എവിഡൻസ് നിനക്ക് തരുള്ളൂ എന്ന്. സോ സൈമൺ എൻ്റെ കൂടെ വായോ എന്ന് പറഞ്ഞ് അടുത്തുള്ള ഒരാളില്ല മ്യൂസിയത്തിലേക്ക് ഹീറോയെ വിളിച്ചുകൊണ്ട് പോവാണ്. അവിടെ വരെ ഹീറോയിനെ കെട്ടിവെച്ചിട്ടുണ്ട്. കൂട്ടുകാരനും കൂടെ തന്നെ ഉണ്ടാവും. ഹീറോ ആ എവിഡൻസ് കൊണ്ടുവന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ ഇവർ ഗൺ പോയിന്റിൽ ഹീറോനെ നിർത്തിയിട്ട് ബോഡി പരിശോധിക്കുമ്പോൾ അവൻ ആ ഡിസ്ക് കൊണ്ടുവന്നിരിക്കുന്നതായിട്ട് കാണും. ഇത് മാത്രമല്ലേ നിന്റെ കയ്യിലുള്ളൂ, അത് മാത്രമേ ഉള്ളൂ, നിനക്ക് വേണ്ടത് കിട്ടിയില്ലേ, ഇനി എൻ്റെ ഭാര്യ വിട്ടേക്ക്, നിന്നെ ഞങ്ങൾ ശല്യം ചെയ്യില്ല എന്ന് പറയുമ്പോൾ സൈമൺ പറയും, ഇത്രയും ദൂരം വന്നു കഴിഞ്ഞല്ലേ, ഇനി നിങ്ങളൊരു ചെക്ക്മേറ്റ് ആയിട്ട് എനിക്കുണ്ടാവാൻ പാടില്ല. ഞാൻ ഈ നാടിന് ചെയ്തു കൊടുക്കുന്ന നന്മയാ, ഉപകാരങ്ങൾ, അത് മനസ്സിലാക്കാതെ എനിക്കെതിരെ പ്രവർത്തിക്കാമെന്ന് ഒരുത്തനും വിചാരിക്കണ്ട. ഇവന്മാരെ തീർത്തേക്കെന്നും പറഞ്ഞ് സൈമൺ ഇറങ്ങിപ്പോകാൻ നേരം നമ്മുടെ കൂട്ടുകാരൻ പെട്ടെന്ന് സൈഡ് മാറി ഒരു മൊട്ടേനെയും ഒരു കുട്ടേനെയും വെടിവെച്ച് വീഴ്ത്തും. സോ കൂട്ടുകാരൻ ഇപ്പൊ ഹെൽപ്പ് ചെയ്യാണ് നമ്മുടെ ഹീറോയെ. ഹീറോ കയ്യിൽ കിട്ടിയ ഒരു റൗഡിയെ ഇടിച്ചിടുന്നുണ്ട്. അയാൾ ഗ്ലാസ് ഇടിച്ച് മരണപ്പെടും. ഇപ്പൊ സൈമൺ ഹീറോയുടെ കൂട്ടുകാരനോട് ചോദിക്കുകയാണ്, നീ എന്ത് മണ്ടത്തരാടാ കാണിക്കുന്നത്, നീ എന്തിനാ ഇപ്പൊ പ്ലേറ്റ് മാറിയെന്ന്. അപ്പൊ കൂട്ടുകാരൻ പറയും, ഞാൻ നിന്റെ ടീമിൽ ചേർന്നത് മോശപ്പെട്ട ആൾക്കാരെ കൊല്ലാൻ വേണ്ടിയിട്ടാ, അല്ലാതെ പാവപ്പെട്ട ജനങ്ങളെ ഉപദ്രവിക്കാനല്ല. എന്റെ കൂട്ടുകാരനും അവന്റെ ഭാര്യയും പാവപ്പെട്ടവരാ, അവരൊരു കുറ്റവും ചെയ്തിട്ടില്ല, അവരെ ഉപദ്രവിക്കാൻ ഞാൻ സമ്മതിക്കില്ലടാന്ന് പറഞ്ഞ് കൂട്ടുകാരൻ
കൂട്ടുകാരൻ സൈമൺ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോഴേക്കും സൈമൺ കൂട്ടുകാരനെ ഷൂട്ട് ചെയ്ത് കൊന്നുകളഞ്ഞു. ഇപ്പൊ ഹീറോയിൻ കിട്ടിയ തക്കത്തിന് ഓടി രക്ഷപ്പെടുന്നുണ്ട്. ഹീറോയിനെ പിടിക്കാൻ വേണ്ടി സൈമൺ വരുമ്പോൾ ഹീറോ സൈമണെയും തള്ളിയിട്ട് രണ്ടുപേരും കൂടെ സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് തെറിച്ചു വീഴും. അപ്പൊ സൈമന്റെ കയ്യിൽ ഒരു ഗണ്ണ് കിട്ടുന്നുണ്ട്. അവൻ അതെടുത്ത് ഹീറോയെ കൊന്നു തള്ളാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ തോക്ക് ചൂണ്ടുമ്പോൾ അടുത്ത സെക്കൻഡ് പട്ടേന്ന് വെടിപൊട്ടി വില്ലൻ നെഞ്ച് പൊളിഞ്ഞു വീണ് മരണപ്പെടുക. ആരാത് വെടിവെച്ചത്? നമ്മുടെ വീരധീര പൊണ്ടാട്ടി, ഹീറോയുടെ പൊണ്ടാട്ടിയാണ് വെടിവെച്ചത്. ഒരുപാട് കാലം ട്രോമയിൽ പേടിച്ചിരുന്നല്ലേ, അവളിപ്പോൾ ധീര വനിതയായി തിരിച്ചു വന്നിരിക്കുന്നു. തന്റെ ഭർത്താവിനെ വെടിവെച്ച് രക്ഷപ്പെടുത്തിയിരിക്കുന്നു. ഷൂട്ടിംഗ് ക്ലാസ്സിന് പോയതൊരു ഉപകാരമായി. അങ്ങനെ അവസാനം സ്കോർ ചെയ്ത് ആരാടാ ഹീറോ, ഞാനാണ്ടാ ഹീറോ എന്ന് പറഞ്ഞ് ഭാര്യ ഓടിപ്പോയി കെട്ടിയോനെയും പിടിച്ച് താങ്ങി അവനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോവാ. അപ്പോഴായിരിക്കും ഹീറോയെ നേരത്തെ രക്ഷപ്പെടുത്തിയ ആ പോലീസുകാരൻ വരുന്നത്. അയാൾക്ക് ഈ ഓർഗനൈസേഷനെ കുറിച്ച് എല്ലാം അറിയാം. അയാളപ്പോൾ വില്ലനല്ലായിരുന്നു, ഹീറോയെ രക്ഷപ്പെടുത്താനേ ശ്രമിച്ചിട്ടുള്ളൂ. ഇപ്പോഴും നിങ്ങളല്ല ഷൂട്ട് ചെയ്തത്, അവർ തമ്മിൽ ഷൂട്ട് ചെയ്ത് മരണപ്പെട്ടു, അങ്ങനെയല്ലേ സംഭവിച്ചത്, എന്നാ പിന്നെ വീട്ടിലേക്ക് പോയിക്കൊള്ളൂ എന്ന് പറഞ്ഞ് ആ പോലീസുകാരൻ നമ്മുടെ പിള്ളേരെ വീട്ടിലേക്ക് പറഞ്ഞോടും. സോ അയാൾ ഈ കേസ് ഹിഡനായിട്ട് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം അത് ക്ലോസ് ആയി. ഇപ്പോഴും പത്രക്കാർ ചോദിക്കുമ്പോൾ ഇതൊരു അൺറിസോൾവ്ഡ് കേസാണ്, അന്വേഷിപ്പിൻ കണ്ടെത്തും, ഞങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തും എന്ന് പറഞ്ഞ് അങ്ങേരെ ഇന്റർവ്യൂ അവസാനിക്കുമ്പോൾ ഹീറോ കുറ്റക്കാരനല്ല, മാർഷലെ ഹീറോ കൊന്നിട്ടില്ല, രക്ഷപ്പെടുത്താനാണ് നോക്കിയത്, അയാൾ തന്നെ സ്വയം തലയടിച്ച് വീണാണ് മരണപ്പെട്ടത് എന്നതിനുള്ള തെളിവ് കോടതിക്ക് ലഭിച്ചു, ന്യൂസ് ചാനലുകൾക്കും ലഭിച്ചു. അതുകൊണ്ട് പോലീസുകാർ ഹീറോയെ വെറുതെ വിട്ടിരിക്കുകയാണ്. ഇപ്പൊ പഴയ ജീവിതത്തിലേക്ക് സ്വൈര്യപൂർവ്വം ഹീറോ കടന്ന് സമാധാനത്തോടെ ജീവിക്കുന്നതായിട്ട് കാണിച്ചിട്ട് ഈ സിനിമ സീക്കിംഗ് ജസ്റ്റിസ് അവിടെ വെച്ച് അവസാനിക്കുന്നു. സോ ഗൈസ്, എങ്ങനെയുണ്ട് ഈ കഥ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു അടിപൊളി സിനിമയായിട്ട് വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ, അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ഒരു കഥ.